എടാ എൻ്റെ അമ്മക്ക് വയസ്സാവും തോറും ഭയങ്കര വാശിയാ. ഭക്ഷണവും കഴിക്കൂല, മരുന്നും കഴിക്കൂല. നമ്മൾ കുറേ നോക്കി, ഒരു രക്ഷയില്ല. ഏണേ അത് നാവിന് രുചിയിലായിട്ടായിരിക്കുമോ? എന്തൊരു മരുന്നുണ്ടല്ലോ അരച്ച് കരക്കി നാവിൽ തേച്ച് കൊടുക്കുന്നത്. എന്തോ ഒരു പേരുണ്ട് അതിന്. ഇട പൊട്ടാ, പശുവിനെല്ലാം തേക്കുന്ന പോലെ നാത്തോളം തേക്കാം. എൻ്റെ അമ്മ എന്താ പശുവാ? നീ ഞാൻ പറയുന്ന പോലെ ചെയ്തു തരാൻ പറ്റുമോ? ഇനി പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് ഭക്ഷണവും മരുന്നെല്ലാം സമയത്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ മതി. അതിന് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കേൾക്കാത്ത അമ്മ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? നീ ഇങ്ങനെ ഓട്ടോ ഡ്രൈവറായിട്ടല്ല എൻ്റെ വീട്ടിൽ വരേണ്ടത്. പിന്നെ നീ എനക്ക് വേണ്ടി ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കണം. ഡോക്ടറോ? ഞാനാ പോണ കിടന്ന്? നീ നിന്റെ കാക്കിയെല്ലാം ഊരി വെച്ച് പെട്ടെന്ന് എൻ്റെ ഇവിടെ വാ. ഇപ്പോഴോ? നിൽക്ക് ഇങ്ങനെ പോയാൽ വിശ്വസിക്കില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിന് അതിൻ്റെതായ ട്രിക്കുകളുണ്ട്. എൻ്റെ തലവര ഒന്ന് ട്വിസ്റ്റായി പോയോണ്ടാ. ഇല്ല ഞാൻ ശരിക്കും ഡോക്ടർ ആവേണ്ടതാ. അമ്മേൻ്റെ പയ്യൊരു കണ്ണടയാ. ഇപ്പം എങ്ങനെ ഡോക്ടർ നോക്കില്ലേ? നടക്ക്. എന്തായാലും എന്നെക്കാണോ 5-6 വയസ്സ് കൂടുതൽ ഇങ്ങളത്ര തന്നെ കൊത കുറവൊന്നും എനക്കില്ല. ഓ, അച്ഛനും അമ്മയും തുടങ്ങി ആകാശവിശ. മോളെ ഞാൻ രാവിലെ മുതൽ പറയുന്നു, മരുന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറാ കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഭക്ഷണം കഴിക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല അല്ലേ? എന്താ ഇത്? അമ്മ വായം തുറന്നേ. അമ്മേ, അസുഖം എന്താണെങ്കിൽ ശരി, പല്ല് നയിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ഡോക്ടറെ, നമ്മൾ മരുന്ന് കുടിക്കേണ്ട കാര്യം പറയാനല്ലോ വന്നത്. അവരൊക്കെ ചെളാക്കല്ല, കാര്യം പറ. അമ്മ, മരുന്ന് കഴിച്ചില്ലെങ്കിലും ചത്തുപോകും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചത്തുപോകും. അപ്പോൾ മരുന്നും ഭക്ഷണവും കഴിച്ച് ചാവുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഗുരുതുല്യനായ പ്രൊഫസർ ഡോക്ടർ കുൽക്കർണി എപ്പോഴും പറയാറുള്ളത്. ഇത് മാത്രമല്ല മിസ്റ്റർ അച്ഛൻ, ഇനിയും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, we must abandon competition and a secret corporation in India. At the present day, in the past, one nation made war on another by sending armies across borders, but now with rockets and atomic bombs, and the center of the population on the earth can be destroyed in a single attack. ഡോക്ടറെ, ഡോക്ടർ പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലായിക്കും. ഞാനിനി മരുന്നും ഭക്ഷണം എല്ലാം വേഗം കഴിച്ചോളാം. ഓക്കെ മോളെ, മരുന്നും എടുത്തുണ്ടോ? That's good. ഡോക്ടറെ പേരെന്തായിരുന്നു? ഡോക്ടർ ഫെർണാണ്ടസ് ഡിസൂസ. ശരി അച്ഛാ അമ്മ.